നമസ്കാരം, വെൽക്കം ടു ഡിജിറ്റൽ പ്ലാനറ്റ്. കേരള സർക്കാരിന്റെ അംഗീകാരത്തോടെ കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ വഴി നടത്തുന്ന കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് KMAT സെഷൻ 2 അപേക്ഷാ വിവരങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപേക്ഷാ ഫീസിന്റെ കാര്യമാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 1000 രൂപയാണ് ഫീസ് വരുന്നത്. SC വിഭാഗത്തിന് 500 രൂപയും STക്ക് ഫീസ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ പരീക്ഷയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എക്സാം ഡ്യൂറേഷൻ 3 മണിക്കൂറായിരിക്കും. അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഇന്ത്യക്കാർക്കും ഇന്ത്യക്ക് പുറത്തുള്ളവർക്കും അപേക്ഷിക്കാം. എന്നാൽ റിസർവേഷൻ, ഫീസ് ഇളവ് എന്നിവയ്ക്ക് കേരളൈറ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ ഏത് വയസ്സിലും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസ യോഗ്യത ആർട്സ്, സയൻസ്, കൊമേഴ്സ്, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് എന്നിവയിലോ അല്ലെങ്കിൽ തത്തുല്യമായ വിഷയങ്ങളിലോ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിഗ്രി നേടിയിരിക്കണം. അപ്പോൾ MBA പ്രവേശനത്തിന് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നിർദ്ദേശിച്ച മിനിമം മാർക്ക് ലഭിച്ചിരിക്കണം. അതേപോലെ അവസാന വർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. എന്നാൽ പ്രവേശന പ്രക്രിയയ്ക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണമെന്നേ ഉള്ളൂ. KMAT എക്സാമിന്റെ സിലബസ് 10ാം ക്ലാസ് +2 അടിസ്ഥാനത്തിലുള്ള പാഠ്യവിഷയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാന വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഡേറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിംഗ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ചോദ്യവും മാർക്കും വിഷയങ്ങൾ അനുസരിച്ചായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ് ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണെങ്കിൽ ചോദ്യങ്ങളുടെ എണ്ണം 50, മാർക്ക് 200. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ചോദ്യങ്ങളുടെ എണ്ണം 50, മാർക്ക് 200. ഡേറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസണിംഗ് ചോദ്യങ്ങളുടെ എണ്ണം 40, മാർക്ക് 160. അതേപോലെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ എണ്ണം 40, മാർക്ക് 160. അങ്ങനെയാകെ 180 ചോദ്യങ്ങളും മാർക്ക് 720. അപ്പോൾ ഓരോ ശരിയായ ഉത്തരത്തിനും 4 മാർക്ക് ലഭിക്കും. തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയുകയും ചെയ്യും. അപ്പം വിവിധ സിറ്റീസിലായിട്ടാണ് പരീക്ഷ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അപേക്ഷാ ഫോമിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സിറ്റി കോഡുകൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഒരു സിറ്റിയിൽ ഇപ്പോൾ അപേക്ഷകരുടെ എണ്ണം കുറവാണെങ്കിൽ അപേക്ഷകന് മറ്റൊരു സിറ്റിയിലായിട്ട് പരീക്ഷ എഴുതേണ്ടിയും വരാം. അപ്പോൾ ക്വാളിഫൈ ചെയ്യാനുള്ള കുറഞ്ഞ മാർക്ക് നോക്കാം. ജനറൽ, SCBC വിഭാഗക്കാർക്കാണെങ്കിൽ മൊത്തം 720 മാർക്കിൽ കുറഞ്ഞത് 10% മാർക്ക് വേണം. അഥവാ അല്ലെങ്കിൽ 72 മാർക്ക് വേണം. അതേപോലെ SC, ST, PD വിഭാഗക്കാർക്കാണെങ്കിൽ മൊത്തത്തിൽ 7.5% മാർക്ക് മതിയാവും. ഇനി MBA പ്രവേശനം നേടാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ KMAT പ്രവേശന പരീക്ഷ എഴുതേണ്ടത് നിർബന്ധമാണ്. KMAT പ്രവേശന പരീക്ഷയെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളിൽ, മാനേജ്മെന്റ് കോളേജുകളിലൊക്കെ MBA കോഴ്സിലേക്ക് പ്രവേശനം നടത്തുന്നത്. അതുകൊണ്ട് KMAT പ്രവേശന പരീക്ഷ നിർബന്ധമായിട്ടും എഴുതാം. പിന്നീട് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാകും. അപ്പോൾ പ്രവേശനത്തിനുള്ള ആകെ മാർക്ക് വരുന്നത് ഈ KMAT പ്രവേശന പരീക്ഷ ശതമാനത്തിൽ 80%, അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ 10%, പേഴ്സണൽ ഇന്റർവ്യൂ 10%, അങ്ങനെ ആകെ 100%. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നടത്തുക. 3 മണിക്കൂർ ഡ്യൂറേഷനുള്ള എക്സാം ആയിരിക്കും. ആകെ 180 ചോദ്യങ്ങൾ ഉണ്ടാവും. അതേപോലെ ആൻസർ കീ കംപ്ലൈൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ ശേഷം CE വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ഉത്തരം പരിശോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം തെറ്റാണെന്ന് തോന്നിയാൽ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി പരാതി നൽകാനും സാധിക്കും. അതിനായിട്ട് ഓരോ ചോദ്യത്തിനും 200 രൂപ ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കണം. ആൻസർ കീ വന്നിട്ട് 3 ദിവസത്തിനുള്ളിൽ മാത്രം പരാതി നൽകാവുന്നതാണ്. കൂടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും സമർപ്പിക്കേണ്ടി വരും. അതേപോലെ ഇമെയിൽ അല്ലെങ്കിൽ ഫാക്സ് വഴി അയച്ചാൽ അതൊന്നും പരിഗണിക്കില്ല. പരാതി ജെനുവിൻ ആണെന്ന് തെളിഞ്ഞാൽ അവർ ഫീസ് റീഫണ്ട് നൽകും. ശരിയായ ഉത്തരത്തിന് 4 മാർക്ക് ലഭിക്കും. തെറ്റായ ഉത്തരത്തിന് 1 മാർക്ക് കുറയും. അതേപോലെ ഉത്തരം ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ മാർക്ക് കുറയുകയില്ല. ഇങ്ങനെയായിരിക്കും വാല്യുവേഷൻ സ്കീം വരുന്നത്. 5 സ്റ്റേജസ് ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുക, ദെൻ അപേക്ഷ ഫില്ല് ചെയ്യുക. എല്ലാ ബേസിക് ഇൻഫർമേഷനും ശ്രദ്ധാപൂർവ്വം ഫില്ല് ചെയ്യുക. അപേക്ഷ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചിരിക്കുക. കാരണം തെറ്റായ വിവരങ്ങൾ കണ്ടെത്തിയാൽ അപേക്ഷ റിജക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ എല്ലാ മാൻഡേറ്ററി ഫീൽഡുകളും ഫില്ല് ചെയ്യുക. വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം സേവ് ആൻഡ് ഫൈനലൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാരണം ഒരു വട്ടം സേവ് ആൻഡ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപേക്ഷാ ഫീസ് ഓൺലൈൻ വഴിയായിരിക്കും അടയ്ക്കേണ്ടത്. ജനറൽ, SCBC വിഭാഗങ്ങൾക്ക് 1000 രൂപ ഫീസ് വരും. SCക്ക് 500,
ST വിഭാഗത്തിന് ഫീസ് ഇല്ല. അത് ഫീസ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് വഴിയാണ് അടയ്ക്കേണ്ടത്. അപേക്ഷ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പ്രിന്റ് അക്നോളജ്മെന്റ് പേജ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ് കോപ്പി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അല്ലാതെ അത് CE ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. അതേപോലെ KMAT പ്രവേശന പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.